ഹലോ ഗൈസ്, വൈകിട്ട് നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് മക്കളെ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ വിട്ടിട്ട് അവിടുന്ന് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനായിട്ട് പോയി. അവൾ എന്നും അണഞ്ഞിൽ നിന്നാണ് അവൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നത്. അവൾ എന്നേ എൻ്റെ അടുത്ത് മാങ്ങയൊക്കെ പറഞ്ഞാണ്, ഞാൻ അങ്ങ് മറന്നു പോകും കൊണ്ടു കൊടുക്കാൻ. അങ്ങനെ അണ്ണനോട് കയ്യോടെ മാങ്ങയൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇത് അവളുടെ കുരുപ്പാണ്. ഈ കുരുപ്പ് ഭയങ്കര സാധനമാണ്. മേടിക്കാൻ വേണ്ടി എൻ്റെ ആദ്യം നോക്കിയതാണ്, പക്ഷേ ആളുടെ കയ്യിൽ നിന്നില്ല. ഇറങ്ങാൻ നേരമായപ്പോൾ ആളൊരു 10 രൂപ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ മേടിക്കാതെ പോകുന്നതിന് ചിണുങ്ങിയൊക്കെ നിന്നായിരുന്നു. പിന്നെ അവളോട് ഇച്ചിരി നേരമൊക്കെ സംസാരിച്ചിരുന്നപ്പോഴത്തേനും മക്കൾ ട്യൂഷൻ വിട്ട് വരാനുള്ള സമയമായി. പിന്നെ ഞാനാണെങ്കിൽ അവർക്ക് വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് ഇതാക്കി വെച്ചായിരുന്നു, പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയിലാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ അത്ര ക്രിസ്പിനെസ് കുറവായിരുന്നു, എന്നാലും ടേസ്റ്റ് വൈസ് കൊള്ളായിരുന്നു. 100 വരെ എഴുതിയിട്ട് വന്നതിൻ്റെ സന്തോഷമാണ് ഇളയ ആളുടെ മുഖത്ത് കാണുന്നത്. അത് പറയുക, ട്യൂഷൻ ക്ലാസ്സിൽ ഓരോ വിശേഷങ്ങളൊക്കെ അയാൾ ഇരുന്ന് പറയുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു സന്തോഷം മുഖത്തുണ്ട്. പിന്നെ അതെല്ലാം അവർ കഴിക്കുകയാണ്. എന്നിട്ട് പറയുക കടയത്തെക്കാട്ടിയും കൊള്ളാമെന്ന് പറഞ്ഞ് എന്നെ പൊക്കി പൊക്കി പറയുകയാണ്. പാലൊക്കെ കാച്ചി കൊടുത്ത് അവരവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേന് സലാത്തൊക്കെ ചൊല്ലിയിട്ട് മക്കൾ പള്ളിയത്തെ പഠിക്കുകയാണ്. പള്ളിയത്തെ വായിച്ച് കേൾപ്പിക്കുകയാണ് രണ്ടുപേരും കൂടി. മറ്റേ ആൾ നമ്മുടെ അടുത്ത് അത്ര ഇരിക്കത്തില്ല, അയാൾ തന്നെ പഠിക്കാനേ ഇരിക്കത്തുള്ളൂ. അയാൾ എൻ്റെ അടുത്ത് ഒരുപാട് ഇരിക്കത്തില്ല, പഠിക്കാൻ വിളിച്ചാലൊന്നും വരത്തില്ല. അയാൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ചക്കയൊക്കെ കൊടുത്തപ്പോഴത്തേന് 3 പേരും വന്ന് ചക്കയൊക്കെ എടുത്തിനായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേനും അണ്ണ 2 ഷവർമ മേടിച്ചുകൊണ്ടുവന്നു, അത് തിന്നുമായിരുന്നു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആളെ വിളിക്കും, ആൾ ഭയങ്കര ബിസിയാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.